ഒരാളെ പേടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന് പുറകിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചാൽ മതി. പക്ഷേ സ്ക്രീനിൽ അതൊരു പഴയ ടെക്നിക്കാണ്. കാപ്പാത്തിനിലെ ഡ്രാക്കുളയുടെ നഖങ്ങൾ നീണ്ടു വന്നാലും ഇരുട്ടിലൂടെ ജീർണിച്ച തിരുവസ്ത്രവുമായ കന്യാസ്ത്രീ ഓടി മറഞ്ഞാലും വെറുക്കപ്പെട്ട ആ പാവ വാടക വീട്ടിലെ ഒരു കോണിലിരുന്ന് ചിരിച്ചാലും ഇന്ന് കാണികൾ പേടിച്ചെന്നിരിക്കില്ല. അവർ ആ ഭയങ്ങളെ ശീലിച്ചുപോയി. അപ്പോഴാണ് അയാളുടെ വരവ്. അയാൾ ഭയത്തെ നമ്മുടെ തൊക്കിനുള്ളിലൂടെ കടത്തിവിട്ടു. പേടിക്കില്ലെന്ന് വാശി പിടിച്ചവരെ സീറ്റിൽ അള്ളിപ്പിടിച്ചിരുത്തി. പോസ്റ്റ് ക്രെഡിറ്റിൽ അടുത്ത ഭാഗത്തേക്കായി മിച്ചം വെക്കാതെ നമ്മളെ കഥകളിൽ വിയർത്ത് കുളിപ്പിച്ചിരുത്തി. നമ്മൾ മനോഹരമായ നുണ കൊണ്ട് മറച്ചു വെച്ച ട്രോമയും ദുഃഖവും കുറ്റബോധവും ഒറ്റപ്പെടലും പതിയെ നമ്മുടെ മുന്നിലേക്ക് വന്നു നിന്നു. അത് ജംസ്കെയർ ആയിരുന്നില്ല. പേടി സ്ക്രീനിൽ നിന്നല്ല, കാണിയുടെ ഉള്ളിൽ നിന്നാണ് തലപൊക്കേണ്ടതെന്ന് അയാളുടെ ഓരോ പടവും പറഞ്ഞു വെച്ചു. അരി ആസ്റ്റർ, അയാൾ നിങ്ങളെ പേടിപ്പിക്കും, അല്ല നിങ്ങളുടെ പേടികളെ ഓർമ്മിപ്പിക്കും. ഏതൊരു സിനിമയിലും അതിൻ്റെ സംവിധായകൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. അത് നേരിട്ടായിരിക്കണമെന്നില്ല. അരി ആസ്റ്ററിന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഇത്രയും ഡാർക്കായ ഡോണറിലേക്ക് ആസ്റ്ററിനെ അടുപ്പിച്ചത് എന്തായിരിക്കും? ബാല്യമെന്നായിരിക്കും ഉത്തരം. എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു കുട്ടി ആയിരുന്നില്ല ആസ്റ്റർ. സോഷ്യൽ ആൻസൈറ്റിയും വിക്കും അയാളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ച് ചുറ്റുമുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തി. അവൻ സിനിമയിലും എഴുത്തിലും അഭയം തേടി. ജീവിതത്തിൽ നേരിടാൻ മടിക്കുന്ന ഭയവുമായി സിനിമയിലൂടെ നേർക്കുനേർ സംസാരിക്കാമെന്ന് അവൻ കണ്ടെത്തി. ആ കണ്ടെത്തലാണ് അയാളുടെ സിനിമ. ആസ്റ്ററും അമ്മയും അവരുടെ കലയിൽ കുടുംബങ്ങളിലെ ഇരുണ്ട വശങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആസ്റ്ററിന്റെ അമ്മ ബോബി ലൂറി ഒരു കവിയും വിഷ്വൽ ആർട്ടിസ്റ്റുമായിരുന്നു. രോഗം, സ്വത്വം, തന്നോട് ഏറ്റവും അടുപ്പമുള്ളവരുമായുള്ള ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് എഴുതാനും ചിത്രീകരിക്കാനുമാണ് ബോബി ശ്രമിച്ചത്. 2012 ബോബി ലൂറി പ്രസിദ്ധീകരിച്ച ഒരു കവിത നോക്കാം. എൻ്റെ മകൻ അസഹിഷ്ണുതയുടെ മ്യൂസിയത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നാണ് ഈ കവിതയുടെ തലക്കെട്ട്. ആസ്റ്ററിന്റെ സഹോദരനെ കുറിച്ചാണ് ഈ കവിത. പക്ഷേ ഇത് ആസ്റ്ററും യോജിക്കും. ഞാൻ എന്തിനു ജനിച്ചു അമ്മേ? എപ്പോഴത്തെയും പോലെ അവൻ എന്നോട് ചോദിച്ചു. ആളുകളില്ലായിരുന്നെങ്കിൽ ലോകം നന്നാകുമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നില്ലേ? എൻ്റെ ഉത്തരം അവൻ അറിയാം. അതെ. എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ലഭിച്ചു? സ്നേഹം എന്താണെന്ന് നീ എന്നെ പഠിപ്പിച്ചതിനാൽ. എപ്പോഴത്തെയും പോലെ ഞാൻ പറഞ്ഞു. പക്ഷേ അത് സ്വാർത്ഥതയല്ലേ? ഞാൻ എപ്പോഴും പറയും അതെ. ഈ കവിത ഊറി ഉറഞ്ഞതാണ് നമ്മൾ ഹെറിഡിറ്ററിയിൽ കണ്ടത്. തൻ്റെ സന്തതി പരമ്പരയിലേക്ക് ഭയം കൈമാറുന്ന അമ്മമാരെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഒരു കുടുംബം ദാരുണമായ ഒരു മരണത്തെ അഭിമുഖീകരിക്കുന്നതിനെക്കുറിച്ച് ഒരു ഫാമിലി ഡ്രാമ നിർമ്മിക്കാനായിരുന്നു ആസ്റ്ററിന്റെ ആദ്യ പ്ലാൻ. മൗനം, കോപം, കുറ്റപ്പെടുത്തൽ എന്നിവയായിരുന്നു അസംസ്കൃത വസ്തുക്കൾ. അവയ്ക്കൊപ്പം യാഥാർത്ഥ്യം കുഴമറിഞ്ഞപ്പോൾ അമാനുഷിക സംഭവങ്ങൾക്കപ്പുറം ആ കുടുംബം കാണികളെ ഭയപ്പെടുത്തി. ഈ സിനിമ കഥ പറയുന്നത് ആനി ഗ്രഹാം എന്ന അമ്മയിലൂടെയാണ്. അവരിലൂടെയാണ് നമ്മൾ അവരുടെ അമ്മയിലേക്കും മക്കളിലേക്കും കടക്കുന്നത്. അമാനുഷിക സംഭവങ്ങൾക്കും ആനിയുടെ മാനസികമായ തകർച്ചയ്ക്കും ഇടയിലുള്ള രേഖ സിനിമ മനഃപൂർവ്വം മായ്ച്ചു കളയുന്നു. നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യമാണോ അതോ ആനിയുടെ കൽപ്പനയോ? ഈ അവ്യക്തതയാണ് പ്രേക്ഷകരെ ഭയപ്പെടുത്തുന്നത്. അസ്വസ്ഥതയുണ്ടാക്കുന്ന സൗണ്ട് ഡിസൈനും ഫ്രെയിമിങ്ങും സിനിമയിലെ അവ്യക്തത വർദ്ധിപ്പിക്കുന്നു. റോസ്മേരി ബേബി, ഓർഡിനറി പീപ്പിൾ തുടങ്ങിയ സിനിമകളുടെ സ്വാധീനങ്ങൾ ഈ സിനിമയിൽ കാണാം. കഥാപാത്രങ്ങളിൽ ഊന്നിയ സ്ലോ ബേൺ അറ്റ്മോസ്ഫിയറിക് ഹൊററിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ ആസ്റ്റർ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു. വളരെ പതുക്കെ, നമുക്ക് പുറകിൽ ഒരാൾ ശബ്ദം ഉണ്ടാക്കാതെ പിന്തുടരുന്നത് പോലെയാണ് ഈ സിനിമ. അയാൾ പുറകിലുണ്ടെന്ന് നമുക്കറിയാം. ഏതു നിമിഷവും അയാൾ തന്റെ സാന്നിധ്യം അറിയിച്ചേക്കാം. അതാണ് ഈ സിനിമയും കാണിയും തമ്മിലുള്ള സമവാക്യം. കോളേജിലെ സെക്കൻഡ് ഇയറിൽ അരി ആസ്റ്ററിന് ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഓർമ്മകളാണ് ആസ്റ്ററിനെ പട്ടാപ്പകൽ പാട്ടും ആട്ടവുമുള്ള ഒരു ഹൊറർ പടം ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്. മിഡ്സോമർ ഇതൊരു ഫോക്ക് ഹൊറർ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഒരു റിവഞ്ച് ഫാന്റസി. സിനിമയിലെ പ്രധാന കഥാപാത്രമായ ഡാനി വൈകാരികമായി ദുർബലയായ ഒരു യുവതിയാണ്. ഒറ്റ രാത്രിയിൽ അനാഥയായ അവൾ തൻ്റെ കാമുകനിലാണ് ആശ്രയം കണ്ടെത്തുന്നത്. ഒരു ബ്രേക്കപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്ന ബന്ധം. കാമുകൻ അതിന് തയ്യാറെടുത്ത് നിൽക്കുകയുമാണ്. സ്വീഡനിലെ ഒരു കമ്മ്യൂണിറ്റിയുടെ വസന്തോത്സവത്തിൽ പങ്കെടുക്കാൻ ഡാനിയും കാമുകനും അയാളുടെ സുഹൃത്തുക്കളും എത്തുന്നതോടെ കഥയാകെ മാറുന്നു. പ്രായം ചെന്നവർ മലമുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മാഹൂതി ചെയ്യുന്ന ആ കൾട്ടിന്റെ ആചാരങ്ങൾ അവരെ ഞെട്ടിക്കുന്നു. എന്നാൽ ഡാനി എന്തോ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നു. വയലൻസ് മാത്രമല്ല ഈ സിനിമയെ ഭീകരമാക്കുന്നത്. ഡാനിയും ക്രിസ്റ്റിനും ഇടയിലുള്ള ടോക്സിക് ബന്ധം കൂടിയാണ്. ഡാനി ശ്വസിച്ചു തുടങ്ങുന്നത് ആ കൾട്ടിനുള്ളിലാണ്. ക്ലൈമാക്സിലെ അവളുടെ വേദനയും സന്തോഷവും ഇഴചേർന്ന ഭാവത്തിൽ അത് പ്രകടമാണ്. ഡാനിക്കൊപ്പമുള്ള യാത്ര നമ്മളെയും അത്തരമൊരു വികാരത്തിലേക്ക് എത്തിക്കുന്നു. അതിന് സഹായിക്കും വിധമാണ് ആ കൾട്ടിനുള്ളിലെ ആരാധനക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കഥാപാത്രങ്ങളെ പോലെ നമ്മളും ഒരു ട്രാൻസിൽ പെടുന്നു, അതും വളരെ സ്വാഭാവികമായി. അത്തരത്തിലൊരു ദൃശ്യശൈലിയാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നതും. പാഴായിപ്പോയ ഒരു ഹൈസ്കൂൾ റൊമാൻസിന്റെ ക്ലീഷകളെ ഫോക്ക് ഹൊററുമായി സംയോജിപ്പിക്കാനുള്ള ശ്രമമാണ് മിഡ്സോമർ. ഇവിടെ ഗ്യാസ് ലൈറ്റിങ്ങും അവഗണനയുമാണ് യഥാർത്ഥ ഹൊറർ. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പലരും അതിലൊരു ഫെമിനൈൻ റിവെഞ്ച് ഫാന്റസി കണ്ടു, അനുഭവിച്ചു. ഡാനിയുടെ കഥാർസിസിൽ അത് പ്രകടവുമാണ്.
ഋതുക്കളെ സ്വാഗതം ചെയ്യുക എന്നാൽ മാറ്റങ്ങളെ സ്വീകരിക്കുക എന്ന് തന്നെയാണല്ലോ. അതാണ് ഈ സിനിമയിലും സംഭവിക്കുന്നത്. എന്നാൽ മൂന്നാം ചിത്രം ബോയ്സ് അഫ്രൈഡിലേക്ക് എത്തുമ്പോൾ അരി ആസ്റ്ററിന്റെ കഥ പറച്ചിലിൽ വലിയ മാറ്റങ്ങൾ കാണാം. ഇത് ബോയുടെ സാഹസിക യാത്രയാണ്. പ്രാകൃതമായ നഗരവും നാഗരികമായ കാടും കടന്ന് അമ്മയിലേക്കുള്ള ബോയുടെ ഒഡീസി. പലയിനം ഭയങ്ങൾക്കിടയിൽ വീട്ടിലേക്കുള്ള വഴി തിരയുകയാണ് അയാൾ. അതുവഴി തന്നിലേക്കും. ഭയവും നർമ്മവും ഇടകലർന്നു വരുന്ന ഒരു ആസ്റ്റർ പടം. ബോയുടെ യാത്രയെ വിലക്കുന്ന അസംബന്ധവും വിചിത്രവുമായ തടസ്സങ്ങൾ ഒരേ സമയം തമാശയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു. ഈ സിനിമയുടെ കേന്ദ്രം ഒരു അമ്മയും മകനും തമ്മിലുള്ള സങ്കീർണമായ ബന്ധമാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മരിക്കുമെന്നും നിന്റെ അച്ഛൻ അങ്ങനെയാണ് മരിച്ചതെന്നും ചെറുപ്രായത്തിലെ മകനെ പറഞ്ഞു വിശ്വസിപ്പിച്ച ഒരമ്മ. അങ്ങനെ പലതും വിശ്വസിച്ച് ആജീവനാന്തം ഭയത്തിലും കുറ്റബോധത്തിലും ജീവിക്കുന്ന ഒരു മകൻ. ഇതിൽ ആരുടെയാണ് തെറ്റ്? ഇവരിൽ ആരാണ് സ്വാർത്ഥമായ സ്നേഹം ആഗ്രഹിച്ചത്? അങ്ങനെ ചോദ്യങ്ങൾ അനവധിയാണ്. ബോയുടെ തലയിലാണ് ഈ കഥ നടക്കുന്നത്. അത് അവസാനം മാത്രമാണ് കാണികൾക്ക് തിരിയുക. ഒരു അമ്മയുടെ സ്നേഹ പരീക്ഷണം അല്ലെങ്കിൽ ഒരു മകന്റെ. വ്യാഖ്യാനങ്ങൾക്ക് അവസരം നൽകുകയാണ് അരി ആസ്റ്റർ ഈ പടത്തിൽ. ജാക്ക് സ്റ്റാറ്റിയുടെ പ്ലേ ടൈമും ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ റയർ വിൻഡോയും കാഫ്കയുടെ വിചിത്ര ലോകങ്ങളും ചേർന്നതാണ് ബോയ്സ് അഫ്രൈഡ്. സിനിമ പ്രേക്ഷകരിൽ നിന്നും ഏറെ മാറി ആസ്റ്ററിന്റെ വ്യക്തിപരമായ ഒരു സൃഷ്ടിയായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. പ്രേക്ഷകരിൽ നിന്ന് തനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രതികരണത്തെ ആസ്റ്റർ മുൻകൂട്ടി കണ്ടിരിക്കണം. സിനിമയുടെ ക്ലൈമാക്സിലെ വിചാരണയിൽ രണ്ട് വാദങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകുന്നത് ബോ അല്ല, ആസ്റ്ററാണ്. അരി ആസ്റ്ററിന്റെ അവസാനം ഇറങ്ങിയ ചിത്രം എഡിങ്ടൺ ഹൊററാണോ? ഒരു വെസ്റ്റേൺ ത്രില്ലർ എന്ന് പുറമേ തോന്നാമെങ്കിലും ഇതും ഹൊറർ ജോണറിൽ തന്നെയാണ്. 2020 കൊറോണ സമയത്ത് നടക്കുന്ന ഈ കഥ എഡിങ്ടൺ എന്ന ടൗണിലെ മേയറും ഷെരീഫും തമ്മിലുള്ള സംഘർഷത്തെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ ഉള്ളിൽ നമുക്ക് ഷെരീഫ് എന്ന കഥാപാത്രത്തിന്റെ കുടുംബം കാണാം, അയാളുടെ അസ്വസ്ഥമായ മനസ്സ് കാണാം. സിനോപ്സ് വായിച്ച് അയ്യപ്പനും കോശിയും വെസ്റ്റേൺ എഡിഷൻ കാണാൻ ഇരിക്കുന്നവർക്ക് സിനിമ തുടങ്ങിയ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആസ്റ്റർ ഹൊററിന്റെ ടച്ച് മണക്കും. പിന്നെ ആ ചൂര് രൂക്ഷമാകും. ഒടുവിൽ അതൊരു കാട്ടാന കണക്കിന് നമ്മുടെ കാഴ്ചയെ, ബോധത്തെ ചതച്ചരച്ച് കടന്നുപോകും. എഡിങ്ടണെ ഒരു റോഷാക്ക് ടെസ്റ്റായിട്ടാണ് ആസ്റ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് അർത്ഥവും വ്യാഖ്യാനവും കാഴ്ചക്കാരന് വിട്ടു തന്നിരിക്കുന്നു. COVID-19 മഹാമാരിയും ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രതിഷേധങ്ങളും കടന്നു വരുന്ന ഈ ചിത്രം പറ്റുന്ന എല്ലാ ദിശകളിലേക്കും വ്യതിചലിക്കുന്നുണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് ഒഴിവാക്കുന്നു. പകരം ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ തന്റെ കഥാപാത്രങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. ആസ്മയാണ്, മാസ്ക് ഇട്ടാൽ ശ്വാസം മുട്ടും, അതുകൊണ്ട് ഇടില്ല, ആരെയും ഇടാൻ നിർബന്ധിക്കില്ല എന്ന് പറയുന്ന അതേ ഷെരീഫ് ആ എതിർപ്പിനെ മേയറുമായുള്ള വ്യക്തിവൈരാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അയാൾ ശരിയോ തെറ്റോ? ഒരു തിയേറ്ററിൽ അടുത്തടുത്ത സീറ്റുകൾ ഇരുന്ന് പടം കാണുന്നവരെ രണ്ട് ധ്രുവങ്ങളിലാക്കും വിധമാണ് കഥാപാത്രങ്ങളുടെ ഈ സഞ്ചാരം. ഈ സിനിമയിൽ റിയാലിറ്റിയിൽ ജീവിക്കുന്നവർ, ആശയങ്ങൾ കണ്ടെത്തുന്നവർ ഇല്ല എന്ന് തന്നെ പറയാം. ജോaquin ഫീനിക്സ് അവതരിപ്പിച്ച ഷെരീഫിന്റെ കാര്യം തന്നെ എടുക്കാം. ഇയാൾ തന്നെ വിലയിരുത്തുന്നതും ആശയങ്ങൾ കടമെടുക്കുന്നതും ഇന്റർനെറ്റിൽ നിന്നാണ്. അയാളുടെ മൃഗവാസന ഉണരും വരെ. എന്നാൽ അതേസമയം അയാൾ ഭാര്യാമാതാവിന്റെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നുമില്ല. ഈ ഡിജിറ്റൽ സംസ്കാരത്തിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു ഡാറ്റാ സെന്ററും കഥയിൽ കടന്നു വരുന്നുണ്ട്. സോളിഡ് ഗോൾഡ് മാജിക് കാർപ്പ് എന്ന ആ AI കമ്പനിയുടെ പേര് തന്നെ ഒരു രൂപകമാണ്. ഇത് തമാശയ്ക്ക് ചില അവസരങ്ങളിൽ പ്രയോഗിച്ച് കാണാറുണ്ട്. പുറമേക്കൊരു വിലയും തോന്നിക്കാത്ത ഒന്നിനെ വിലയേറിയതായി മാറ്റുന്നു. അതാണ് അർത്ഥം. എഡിങ്ടന്റെ അവസാനം ഈ പ്രയോഗത്തെ സാധൂകരിക്കുന്നതാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മേയറിന്റെ അത്രയും ബഹുമാനിതനല്ലാത്ത ഷെരീഫിനെയാണ്. എന്നാൽ ക്ലൈമാക്സിൽ അയാൾ ഹീറോ ആണ്. സമാനമാണ് എഡിങ്ടൺ എന്ന ടൗണിന്റെ അവസ്ഥയും. അതിന്റെ മതിപ്പ് തങ്ങൾ ഉയർത്തി എന്നൊരു തോന്നൽ ഡാറ്റാ സെന്റർ കമ്പനി സൃഷ്ടിക്കുന്നു. ഇതിലൊക്കെ എവിടെയാണ് ഹൊറർ എന്ന് ചോദിച്ചാൽ, കോവിഡും കോർപ്പറേറ്റുകളും ഇന്റർനെറ്റും സിനിമയിൽ ഹൊററായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് കണ്ടു പരിചയിച്ച രീതിയിലല്ല എന്ന് മാത്രം. കണ്ടു പരിചയിക്കുക. കണ്ട് ശീലിച്ച ഒന്ന് നമ്മളെ പേടിപ്പിക്കുമോ? ഇല്ലായിരിക്കാം. പക്ഷെ ചില നേരങ്ങളിൽ ഏറ്റവും അടുത്ത് പരിചയിച്ചവർ ശീലങ്ങളിൽ നിന്ന് മാറി നടന്നാലോ? അസ്വസ്ഥമാക്കുന്ന ഒരു ചുറ്റുപാടിൽ അവർ സ്വാഭാവികമായി ഇടപെട്ടാലോ? അതെ, പേടിക്കും. എന്നിട്ടും ടിക്കറ്റിന്റെ കാശിനുള്ള ഹൊറർ കിട്ടിയില്ല എന്ന് പരാതിപ്പെടുന്നവർ നിരവധിയാണ്. പേടിച്ചു എന്ന് അംഗീകരിക്കാനുള്ള പേടിയാകാം അതിന് കാരണം. ഹൊറർ എന്ന ജോണറിന്റെ ഏറ്റവും വലിയ ശാപവും അതാണ്. പ്രേക്ഷകരുടെ ഈഗോയെ അത് തൊടും. അടുത്ത തവണ അയാൾ പടത്തിന് കയറുന്നത് പേടിക്കില്ലടോ എന്ന വെല്ലുവിളിയുമായിട്ടായിരിക്കും. ആസ്റ്ററിന്റെ കാര്യത്തിൽ അത് വിലപ്പോവില്ല. അയാൾക്ക് നിങ്ങളെ പേടിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അയാൾക്ക് നിങ്ങളുടെ ഭയങ്ങളെ ഒന്ന് വന്ന് തൊട്ടാൽ മതി. മറന്നുപോയ, ഉണങ്ങിപ്പോയ ഒരു മുറിവ് വ്രണമാകാൻ മറ്റെന്ത് വേണം?